പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു സംവിധായകൻ പിന്നെ ആ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വന്ന സമയത്താണ് കേട്ടോ, നല്ല തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സംവിധായകൻ ആ സംവിധായകന്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ആ സംവിധായകൻ ഭയങ്കര കുഴപ്പക്കാരനാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ് ആകെ ഭയന്നിട്ടാണ്. പിന്നെ എനിക്ക് എന്റെ ബാപ്പന്റെ കൂടെ ഉള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സംവിധായകന്റെ ഒരു രീതികളുണ്ട്. അയാള് പിന്നെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം, എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും, പൊട്ട് വെക്കണം, പൊട്ട് വെച്ചോളും, പിന്നെ എല്ലാ സ്വാതന്ത്ര്യം, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും, ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത്. ഞങ്ങൾ ഇല്ല അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ട് പിന്നെ അത് പറയുന്നില്ല. ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ്. പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും. നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമെന്ന് പറയും, നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു. ഞാൻ ചെരുപ്പൂരി അതൊക്കെ വാർത്ത അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ, മീഡിയ ഇല്ലാത്ത കാലമാണ്. മാസികകളാണ് വരുന്നത്, നാന പോലെയുള്ള മാസികകൾ അന്നത് എഴുതി വന്നതാണ്. പവർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഈ പിന്നെ എന്താ പറയുക, ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവസരത്തിന് വേണ്ടിയിട്ട് ബെഡ് ഷെയർ ചെയ്യണം, ആ രീതിയിലല്ലാതെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പ്രതികരിച്ചതിന്റെ പേരിൽ ഇത്തരം പവർ ഗ്രൂപ്പ് ഉണ്ടാവാം. അപ്പൊ ഇപ്പൊ എനിക്കത് തോന്നുന്നു അവരുടെ ഒരു ബാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയില്ല ഇവര് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ആൾക്കാർ ചേർന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ കുറെ കാല സിനിമകളൊന്നും ഇല്ലാതെ പോയതൊക്കെ ഇപ്പോഴെല്ലാം മനസ്സിലാവുന്നത്. കുറച്ച് നാളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കുകയും ചെയ്തതാണ്. എന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. അന്നും നമ്മൾ ആരോടാ പരാതി പറയാ? ഇന്നത്തെ പോലെ നിയമങ്ങളില്ല, പറയാൻ ആൾക്കാരില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചില വ്യക്തികളാണ് നടത്തുന്നത്. അമ്മ സംഘടനയല്ല, സംഘടനയുള്ളവരുണ്ടാവാം കേട്ടോ. എന്ന് വെച്ചാൽ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളൊക്കെ കൂടുന്ന ഒരു സംഘടന ഉണ്ടല്ലോ, ആ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അവരിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഉണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പടങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലല്ല, ആ സംവിധായകൻ മൂലമൊന്നും എനിക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നമ്മൾ പരാതി പറയുന്ന ആൾക്കാർ തന്നെ നമ്മൾ ആളാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് ആരോട് പരാതി പറയാനുള്ളൊരു അവസരമൊന്നുമില്ല, ആരും കേൾക്കാനുമില്ല.